ആദിൽ പാലോട് ഉറിയിൽ നിന്നും തത്സമയം നമുക്കൊപ്പം ചേരുന്നു റിപ്പോർട്ടർ വാർത്താ സംഘം. ഒരു മലയാളം ചാനൽ അതിർത്തി രേഖയ്ക്കടുത്തെത്തുന്ന ആദ്യത്തെ വാർത്താ സംഘമായി റിപ്പോർട്ടർ ചാനൽ മാറുകയാണ്. ആദിൽ പാലോട് ഉറിയിൽ നിന്നും തത്സമയം നമുക്കൊപ്പം ചേരുന്നു. പ്രേക്ഷകർക്ക് കാണാം ആദിൽ പാലോട് നിൽക്കുന്ന ഒരു വാർ ഫ്രണ്ടിലാണ്. ആദിൽ പാലോടിന്റെ പുറകിൽ പ്രേക്ഷകർക്ക് സൈനിക നീക്കം കാണാം, അവിടെയുള്ള സേനാ വിന്യാസം കാണാം. തൊട്ടടുത്താണ് പാകിസ്ഥാന്റെ ഇന്ത്യയുടെയും ലൈൻ ഓഫ് കൺട്രോൾ ഉള്ളത്. അതിനുമപ്പുറത്തു നിന്നും ശക്തമായ പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു. ആദിൽ പാലോട്, എങ്ങനെയാണ് ഉറിയിലെ ഇപ്പോഴത്തെ അവസ്ഥ? ശക്തമായ പരിശോധനയാണ്. അരുൺകുമാർ, മനു ബാലകൃഷ്ണൻ വീഡിയോ ജേർണലിസ്റ്റ് ആ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഒരു വാഹനങ്ങളും അതിർത്തി ഗ്രാമങ്ങളിലേക്ക് കടത്തിവിടുന്നില്ല എന്നുള്ളതാണ്. അതിർത്തി ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരുടെ വാഹനങ്ങൾക്ക് മാത്രമാണ് അകത്തേക്ക് പ്രവേശനമുള്ളത്. അല്ലാത്ത എല്ലാ വാഹനങ്ങളും വഴിയിൽ തടഞ്ഞ് തിരികെ വിടുകയാണ് എന്നുള്ളതാണ്. മാധ്യമങ്ങളുടേതാകട്ടെ ബന്ധുവീടുകളിൽ പോകുന്നതാകട്ടെ ഒരു വാഹനങ്ങളും അതിർത്തി ഗ്രാമത്തിലേക്ക് വിടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നേരിട്ട് കാണുന്ന കാഴ്ച. മാത്രമല്ല സാധാരണഗതിയിലുള്ള ഒരു തിരക്കോ റോഡുകളിൽ മറ്റോ കാണുന്നില്ല എന്നതും പ്രത്യേകം നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. ഈ കാണുന്നത് ഉറിയാണ്. ഉറിയുടെ ഒരു ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. അതിന് മുന്നിലേക്ക് പോകാൻ ആർക്കും ഒരു പെർമിഷനുമില്ല. നമ്മൾ ഈ മലനിരകൾ കാണാം. ആ മലനിരകൾ കാണാം. മലനിരയുടെ അപ്പുറവശം LOC ആണ്, പാക് അധിനിവേശ കശ്മീരാണ്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പോസ്റ്റുകൾ ഉള്ളത് ആ ഭാഗത്താണ്. അവിടെ നിന്നാണ് പലപ്പോഴും ഷെല്ലിംഗ്. നമ്മൾ ഈ കാണുന്ന മലനിരയുടെ ഒരു വശത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അവിടെയാണ് LOC ഉള്ളത്, അവിടെയാണ് ഷെല്ലിംഗ് സംഭവിക്കുന്നത്, അവിടെയാണ് ബങ്കറുകൾ കെട്ടിയ ആളുകൾ അവിടെ സുരക്ഷിതമായി കഴിയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ പരിചയപ്പെട്ട ആളുകൾ, പ്രദേശവാസികൾ നമുക്ക് ദൃശ്യങ്ങൾ അയച്ചു തന്നിരുന്നു. ബങ്കറിനുള്ളിൽ കഴിയുകയാണ് ഇപ്പോഴും അവർ. ഒരാളെയും ഉറിയിൽ നിന്ന് അതിർത്തി ഗ്രാമങ്ങളിലേക്ക് കടത്തിവിടുന്നില്ല എന്നുള്ളതാണ് നിലവിലെ കാഴ്ച. എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നു. കൃത്യമായ പരിശോധനയ്ക്ക് ശേഷമാണ് എല്ലാ വാഹനങ്ങളെയും ഇവിടേക്ക് കടത്തിവിടുന്നത്. അഥവാ കടത്തിവിട്ടാൽ തന്നെ തിരികെ പോകാനുള്ള നിർദ്ദേശമാണ് വാഹനങ്ങൾക്ക് നൽകുന്നത്. ഈ രൂപത്തിൽ സംഘർഷഭരിതമായ ഒരു സാഹചര്യമാണ് ഉറിയിൽ എന്നുള്ളതാണ് നമ്മൾ നേരിട്ട് ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച. വാഹനങ്ങളൊന്നും അതിർത്തി മേഖലയിലേക്ക് കടത്തിവിടുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം അരുൺകുമാറിൻ്റെ തന്നെ ഷോയിൽ കണ്ടതാണ്. ഹെലികോപ്റ്ററിൻ്റെ നിത്യ പരിശോധനയും സഞ്ചാരവുമുള്ള ഭാഗമാണ് ഉറി എന്നുള്ളത്. മുസാഫറാബാദ് ഇവിടെ നിന്ന് ഒരു 50 കിലോമീറ്റർ മാത്രം, 50-ൽ താഴെ കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. അവിടെയാണ് 2 മിസൈൽ ആക്രമണം നടന്നത് എന്നുള്ളതാണ്. ഇന്ത്യ പ്രധാനമായും മിസൈൽ ആക്രമണം നടത്തിയത് മുസാഫറാബാദിലാണ്. ലഷ്കർ എ തൊയ്ബയുടെയും സൈനിക വാഹനങ്ങളും ജമ്മു കാശ്മീർ പോലീസിന്റെ വാഹനങ്ങളും തുരുതുരെ പോകുന്നത് കാണാം. ആ രൂപത്തിൽ വലിയ ജാഗ്രത ഈ മേഖലയിലുണ്ട് എന്നുള്ളതാണ്. ഈ രൂപത്തിൽ വലിയ സൈനിക വ്യൂഹങ്ങൾ നമ്മൾ വന്നപ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴുമൊക്കെ കണ്ടതാണ്. വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, പ്രത്യേകിച്ച് സൈനിക വാഹനങ്ങൾ, ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക ഫോഴ്സിൻ്റെ വാഹനങ്ങൾ, അങ്ങനെ 2 ഭാഗത്തേക്കും ഇടതടവില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബങ്കറുകളിലാണ് ഈ അതിർത്തി മേഖലയിലെ ഗ്രാമങ്ങളിലെ ആളുകളെന്ന് നേരത്തെ നമ്മളോട് പരിചയപ്പെട്ടവർ സംസാരിച്ചവർ ദൃശ്യങ്ങളടക്കം അയച്ചു തരുന്നുണ്ട്. ഷെല്ലാക്രമണത്തിൽ വീടുകൾ തകർന്നിട്ടുണ്ട്, ഷെല്ലാക്രമണം തുടരുന്നു എന്ന മെസ്സേജ് ഉണ്ട്. ആ രൂപത്തിൽ വലിയ സംഘർഷാവസ്ഥ ഇവിടെയുണ്ട്. അതിർത്തി മേഖലയിലാണ്. ആളുകളെ ഒന്നും ഈ ഭാഗത്തേക്ക് കടത്തിവിടുന്നില്ല എന്നതാണ് നിലവിലെ കാഴ്ച. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടായാൽ തിരിച്ചടിക്കാനുള്ള സർവ്വസന്നാഹം ഉറി മേഖലയിലെ ഇന്ത്യൻ ക്യാമ്പിൽ ഉണ്ട്, ഇന്ത്യയുടെ കരസേനയുടെ ക്യാമ്പിൽ ഉണ്ട് എന്നുള്ളതാണ്. നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം. അകത്തേക്ക് നടന്നു പോകുന്നവരാണെങ്കിലും അവരുടെ വാഹനങ്ങൾ പരിശോധിക്കുന്നു. നടന്നു പോകുന്നവരുടെ ബാഗുകൾ പരിശോധിക്കുന്നു. കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് ആളുകളെ കടത്തിവിടുന്നത് എന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത്. ഉറിക്ക് സമീപമുള്ള ദൃശ്യങ്ങളാണ് ഈ നിലയിൽ വരുന്നത്. കൃത്യമായ ഫയറിംഗ്, കൃത്യമായ ഷെല്ലിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഉറി മേഖല നമ്മൾ കഴിഞ്ഞ ദിവസം ചെന്ന തില്ലേവാടി എന്ന ഗ്രാമത്തിൽ നിന്നും പാകിസ്ഥാൻ പോസ്റ്റിലേക്ക് ഒരു 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണുള്ളത്. ഷെല്ലിംഗ് ഏറ്റവും കൂടുതൽ ബാധിക്കുക ആ ഭാഗത്താണ്. ആ രൂപത്തിലുള്ളൊരു ഗ്രാമവും ജീവിതവുമാണ് ഉറിയിലേതെന്ന് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ അവരുടെ ജീവിതങ്ങൾ എത്തിച്ചിരുന്നതാണ്. അത് യാഥാർത്ഥ്യമാകുന്നു. 2 ദിവസം, ഒരു 48 മണിക്കൂർ പിന്നീട് മുമ്പ് തന്നെ അവരുടെ ജീവിതം നിശ്ചലമായിരിക്കുന്നു, കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. സ്വസ്ഥമായി ജീവിച്ചവർ അവരുടെ പാകിസ്ഥാനിൽ നിന്നുള്ള ഷെല്ലിംഗ് അവരുടെ വീടുകളിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക് വന്നിറങ്ങുന്നു എന്നുള്ളതാണ്. മുഴുവൻ ആളുകളും കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് നടന്നു പോകുന്ന ആളുകളെ വരെ കടത്തിവിടുന്നത് എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. മുഴുവൻ ആളുകളെയും, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന മുഴുവൻ പേരെയും പരിശോധിച്ച ശേഷം മാത്രമാണ്
അവരെ കടത്തിവിടുന്നത് എന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആകെ ഒരു സംഘർഷഭരിതമായ ഒരു സാഹചര്യമാണ് ഇവിടെ എന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഏതായാലും വലിയ ഒരു ജാഗ്രത ഈ മേഖലയിലാകെയുണ്ട്. ഉറി അടക്കമുള്ള മേഖലയിൽ തില്ലേവാടി, ചുരുണ്ട അടക്കമുള്ള ഗ്രാമങ്ങൾ, അതിർത്തി ഗ്രാമങ്ങൾ ഈ ഭാഗത്താണുള്ളത്. ആ രൂപത്തിലുള്ള ഒരു ജാഗ്രത ഇവിടെയുണ്ട് അരുൺകുമാർ. മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴും ഇന്ത്യ കണക്ക് കൂട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അതുണ്ടായാൽ തിരിച്ചടിക്കാനുള്ള ഒരു എല്ലാ സന്നാഹവും സർവ്വസജ്ജമാക്കിയിരിക്കുന്നു എന്നതാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. ഇവിടെ കർശനമായ കനത്ത പരിശോധനയിലൂടെയാണ് ഇവിടെ റോഡിൽ ഈ വിധത്തിൽ വേലികളിട്ട് ഫെൻസിങ്ങിന്റെ ഒരു ഭാഗമിട്ട് അതിലിപ്പോൾ നിൽക്കുന്നയിടത്ത് അവിടേക്ക് ബാരാമുള്ളയിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുമുള്ള ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഒരു വാഹനം പോലും കടത്തിവിടേണ്ടതില്ല. ബാരാമുള്ളയിൽ നിന്നുള്ള ട്രാഫിക് മൂവ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാനുള്ള നിർദ്ദേശം വന്നിരിക്കുകയാണ്. തുടരാം അതിൽ. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ഇവിടെ താമസിക്കുന്നവർക്ക് പോലും കൃത്യമായ കർശനമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അകത്തേക്ക് കയറി പോകാൻ കഴിയുകയുള്ളൂ. തിരിച്ചിറങ്ങി വരുന്നവരെ പരിശോധിക്കുന്നുണ്ട്. കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് ഇവരെ അകത്തേക്ക് പോകാൻ കഴിയുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച. ഈ ഭാഗത്തേക്ക് വരാൻ പോലും ആകുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ വന്ന വാഹനങ്ങൾ കിടക്കുന്നത് കാണാം. സുജയ, മുന്നിലേക്ക് പോയാൽ ഇവിടെ വന്ന വാഹനങ്ങൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇവിടെ വരാൻ പോലും കഴിയില്ല. ഇവിടെ വരുമ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ തടയും, പിന്നീട് പിന്നിലേക്ക് എടുത്ത് പോകാൻ നിർദ്ദേശിക്കുകയാണ്. ഒരു ഫയറിങ്ങിൻ്റെ സാധ്യത കാണുന്നു. ഏതെങ്കിലും ഒരു സാഹചര്യം വന്നാൽ, പ്രകോപനം വന്നാൽ തിരിച്ചടിക്കുള്ള ഒരു സാഹചര്യം വരുന്നു. നിർത്താൻ പറയുന്നു. അവരെ ആ രൂപത്തിൽ തിരികെ മടങ്ങാൻ പറയുന്ന സാഹചര്യമാണ്. ആ വാഹനങ്ങൾ തടയുകയാണ്. പോകാൻ കഴിയില്ല എന്ന് പറയുന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഒരു തരത്തിലും അകത്തേക്ക് കടത്തിവിടുന്നില്ല. അതിർത്തി ഗ്രാമങ്ങളാകെ ജാഗ്രതയിലാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഇനി ഉണ്ടാവുകയാണെങ്കിൽ അത് കൂടുതൽ സാഹചര്യം ഉണ്ടാകും, കൂടുതൽ പ്രശ്നമുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. എവിടെ പോകാനുള്ളവരാണ് എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നുന്നു. कहाँ जाना है सर? हाँ सर, कहाँ जाना है? हमने सर ड्यूटी पहुंचना है। ड्यूटी कौन से? 28 एमिनेशन कंपनी में जाना सर। वो पुलिस वाला क्या कहा? पुलिस वाला बोल रहा है कि हमें अलाउड नहीं आगे भेजने के लिए, आगे जाने के अनुमति नहीं है। हम बोल रहे हैं हाँ सिक्योरिटी रीजन सर बोल रहे हैं। क्या 28 एमिनेशन कंपनी एमिनेशन लोड करना है शायद हमने, जैसे सुनने में आ रहा है कि बॉर्डर में कुछ हलचल हो रही है, फायरिंग हो रही है, उसकी वजह से हमने एमिनेशन इशू करना होगा वहाँ। तो वहाँ ज़रूरत है हमारी बंदूक की। हम तो वॉलंटियर आ रहे हैं इस टाइम, मुश्किल हो रहा है सर। ഈ രൂപത്തിൽ ഇവരുടെ ബുദ്ധിമുട്ടാണ് ഈ പറയുന്നത്. आप रहने वाला कहाँ? हम सर यहीं के रहने वाले हैं। क्या हालत है? हालत इस टाइम तो फिर जैसे कि आपको पता है, ये हालात बहुत ही ख़राब है। रात को जैसे इन्होंने किया था हमला। आवाज़ सुना आप? जी आवाज़ तो बहुत आ रही थी। जी आवाज़ बहुत है। हमें यहाँ पे सर क्या है कि अपने बच्चे यहाँ पे रहते हैं बोनिया टाइप में, यहाँ पे हमें छोड़ नहीं चाह रहे। तो हमारे बच्चे जो है वो रात को डर चुके हैं। अब उनको हम वापस लाना चाहते हैं यहाँ पे, तो ये हमें से अलाउ ही नहीं कर रहे आगे। ये आगे वाला गांव में बंगर बनाता है, इसके अंदर है सब लोग। बंगर बनाता है सर, यहाँ से आगे आता है बोनिया आता है सर। वहाँ के हम रहने वाले हैं। यहाँ पे मतलब चंदू साहब बारामूला यहाँ पे काम करते हैं हम। तो बच्चे रात में गोली मारने का आवाज़ सुना? जी आवाज़ सुना, गोली का आवाज़ सुना। बच्चे इतने डर गए सर कि कुछ कहने की बात नहीं। रात के 2 बजे से कोई भी सोया नहीं है। രാത്രിയിൽ കൃത്യമായ ഈ വലിയ ശബ്ദമുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. വലിയ ശബ്ദമുണ്ടായിരുന്നു, ഈ വെടിയൊച്ചകളുടെ ശബ്ദമുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ പേടിച്ചു എന്നാണ് പറയുന്നത്. ദീദി ആപ് ക്യാ? അവർ കുറേ നേരം കൊണ്ട് പോലീസ് കടത്തിവിടുന്നുണ്ടായിരുന്നില്ല. കുറേ സംസാരിച്ചതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ അകത്തേക്ക് പോകാൻ അനുവദിച്ചിട്ടുള്ളത്. ആ രൂപത്തിൽ വലിയ സുരക്ഷയും വലിയ പരിശോധനയുമാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ്. क्या हाल है? हालत खराब है। आगे छोड़ नहीं रहे हैं, घाटा मुल्ला से वहाँ छोड़ नहीं रहे हैं। आगे जा ना सकते, आगे नहीं, घाटा मुल्ला से आगे नहीं, उड़ी नहीं जा सकता है। तो वहाँ की गाड़ियाँ छोड़ती हैं, अलबत्ता यहाँ की गाड़ियाँ नीचे। यहाँ औरतें हैं, बूढ़े हैं, बच्चे हैं, आदमी को इमरजेंसी है, मगर इनको आगे से शायद ऑर्डर नहीं है छोड़ने का, इस वजह से रोड बंद। हाँ सिक्योरिटी बहुत टाइट है यहाँ, पुलिस है, CRPF है, सिक्योरिटी बहुत टाइट है। बारामूला उड़ी रोड फुल बंद किया। हाँ शेरी तक खुला है। शेरी से होकर ना घाटा मुल्ला से सब बंद है, उड़ी तक। हाँ सब बंद किया है पुलिस ने। रात क्या होगा या आप सुना? कोई आवाज़ सुना? हाँ थोड़ी कल आवाज़ आई थी रात को, थोड़ी आती। हालात ख़राब थे। जो नीचे वाले साइड है उड़ी है नामरा है,
जो घाटा मुला है इनका हालत क्या है ये वो वाला? हाँ वो बहुत डर चुके हैं क्योंकि आवाज़ें आती है वहाँ से, थोड़ा बहुत बोलते हैं कि हालात भी नाजुक हैं बहुत, इस वजह से वो भी डर चुके हैं अब। तो രാത്രിയിൽ കനത്ത ഫയറിംഗ് ഉണ്ടായിരുന്നു, അതിൻ്റെ ശബ്ദം കേട്ടു എന്നുള്ളതാണ് പറയുന്നത്. ये उड़ी का ये बॉर्डर का नज़दीक LOC का नज़दीक वाला, आप क्या लगता है, क्या आपका क्या आता है? हाँ, जैसे उड़ी के नज़दीक से गांव है सलामाबाद है, वो उड़ी के जो यहाँ नीचे घाटा मुला से जो नीचे हैं उनके हालात थोड़े नाजुक हैं सर. ഏതായാലും ആ രൂപത്തിലുള്ള ഒരു സാഹചര്യമാണ് എന്നിവർ പറയുന്നുണ്ട്. ഇവിടെയൊക്കെ ആളുകളെ കടത്തിവിടുന്നില്ല, മുഴുവൻ പരിശോധിച്ച ശേഷം മാത്രമാണ് കടത്തിവിടുന്നത്. മുഴുവൻ പരിശോധിക്കും, വാഹനങ്ങൾ പരിശോധിക്കുന്നു, നടന്നു പോകുന്നവരുടെ ബാഗുകൾ പരിശോധിക്കുന്നു. ഇതല്ലാതെ അങ്ങനെ കടത്തിവിടാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവരുടെ നിലപാട്, ഉദ്യോഗസ്ഥരുടെ നിലപാട്. ആ രൂപത്തിലുള്ള സാഹചര്യമാണ് അരുൺകുമാർ, സുജയ പാർവതി ഇവിടത്തേത് എന്ന് പറയേണ്ടി വരും. നമുക്ക് നിൽക്കുമ്പോൾ തന്നെ ഒരു പേടി തോന്നുന്ന സാഹചര്യമാണ്. ഇവർ കഴിഞ്ഞ രാത്രിയിൽ നല്ല സ്ഫോടനത്തിൻ്റെ വെടിയൊച്ചകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഷെല്ലിംഗ് തുടർച്ചയായി ചെയ്യുന്നതിൻ്റെ ഒച്ച കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുഞ്ഞുങ്ങൾ പേടിച്ചു പോകുന്ന സാഹചര്യമുണ്ട് എന്ന് പറയുകയാണ്. आप कहाँ जाना है? जी कहाँ जाना है? डिप्टी सर जी, असनसोल सर में तुम्हें कहाँ जाना आगे? सर आगे जाना है, छोड़ ही नहीं रही है सर, डिप्टी पे पहुंचना था. फुल बंद किया हैं बंद है। फुल बंद है सर. सर मुझे असनसोल सर से PH में काम करता हूँ सर, ये मुझे जाने ही नहीं दे रहे. हालत खराब हो, हालत खराब है सर, बिल्कुल खराब. मैं इस वक्त यहाँ पे हूँ, बिल्कुल आगे भी नहीं छोड़ रहे थे, बड़ी मुश्किल से छोड़ा, अब यहाँ से पैदल जा रहा हूँ. ഈ രൂപത്തിലാണ് അരുൺകുമാർ. ഏതായാലും ഒരു സങ്കീർണമായ, ഒരു ആശങ്കാജനകമായ സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇതിപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ ഒരു ചെക്കിംഗ് പോസ്റ്റായിട്ടാണ് ഇതിപ്പോൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതിന് മുന്നിൽ ആർമിയുടെ പോസ്റ്റുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഏതായാലും വലിയ സംഘർഷഭരിതമായ അങ്ങനെ ഇപ്പോൾ വിളിക്കാമെന്ന് തോന്നുന്നു. ഇപ്പോൾ വെടിയൊച്ചകളൊക്കെ അവിടെ നിന്ന് കേട്ടു എന്ന് പറയുന്നു. അവിടെ ഇന്നലെ രാത്രിയിൽ തുടർച്ചയായിട്ടുള്ള ഷെൽ ഫയറിംഗും ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ സിവിലിയൻസിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി ഇന്നലെ രാത്രിയിൽ എന്നറിയുന്നു. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് തേടണം. ആദിൽ പാലോട് അവിടെ തന്നെ തുടരുക. ഗ്രൗണ്ട് സീറോയിൽ അതിർത്തിയിൽ നിന്നുകൊണ്ടാണ് റിപ്പോർട്ടർ പ്രതിനിധി ആദിൽ പാലോടും മനു ബാലകൃഷ്ണനും ദൃശ്യങ്ങൾ പകർത്തുകയും വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയും ചെയ്യുന്നത്.